അർജുൻ നിന്ന് തുടങ്ങാണ്. ഹൗ ഇമ്പോർട്ടന്റ് ഇസ് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഫോർ യു? എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് സ്കിൻ ആൻഡ് ഹെയർ കെയർ ഫോർ അർജുൻ അശോക്? ഇതിപ്പോ സിനിമയിലേക്കായിട്ട് കുറച്ചധികം പരിപാടിയായിട്ട് ഒരേ മുഖം തന്നെ കണ്ടുകൊടുക്കണമെന്ന് വെച്ചിട്ടാണ് സിനിമയ്ക്ക് പരിപാടികൾ നശിപ്പിക്കാൻ നോക്കിയത്. പിന്നെ മുടിയേക്ക് പതുക്കി പോയപ്പോഴേക്കും എല്ലാവരും അസീസിക്ക അവരെല്ലാവരും നല്ല റിസൾട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ ഓപ്റ്റ് ചെയ്ത് ക്യൂട്ടിച്ചാണ്. ഞാൻ കുറേ പേരെ സെർച്ച് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ഈ ഒരു ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് എനിക്ക് നല്ല രീതിക്ക് അത് വർക്കൗട്ട് ആയി. അപ്പോൾ വളരെയധികം സന്തോഷം. ഞാൻ തന്നെ കുറേ നേരം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക്. അപ്പോൾ സോ ഹാപ്പി. റീലോഞ്ച് ചെയ്തപ്പോൾ ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് എല്ലാ മാസവും പോകാനുണ്ട്. അപ്പോൾ സോ ഹാപ്പി ടു ബി ഹിയർ. അടിപൊളിയാകട്ടെ. ഇനി 3 നിലയിൽ നിറച്ച തലങ്ങളായിട്ട് ട്രാൻസ്പ്ലാന്റ് തുടർന്ന് ആശംസിക്കുന്നു. താങ്ക് യു. കാരണം ക്യൂട്ടിസ് ഇന്റർനാഷണൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടിറങ്ങിയ പോലും പലർക്കും കണ്ടാൽ പോലും മനസ്സിലാവുന്നില്ല. കാരണം അത്രയും നാച്ചുറൽ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അതാണ് ചേച്ചി, ഞാൻ ഈ ഡ്രസ്സ് കുറേ തവണ ഇട്ടിട്ടുണ്ട്. ചേച്ചി ശ്രദ്ധിച്ചിട്ടില്ല, ട്രാൻസ്പ്ലാന്റേഷൻ ശേഷം അത് വേറൊന്നുമല്ല, ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ സൗന്ദര്യമുള്ള പുരുഷന്മാരെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് മാത്രമാണ്. സോറി. പണ്ട് ഞാൻ കാരണം പണ്ടൊന്ന് നോക്കിയിരുന്ന സമയത്താണ് അർജുൻ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ കണ്ടത്. ഈ പറഞ്ഞതുപോലെ അർജുന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വളരെ സുന്ദരിയായിട്ട് നമ്മുടെ അന്ന എത്തിക്കഴിഞ്ഞു. അന്ന ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഹൗ ഹാപ്പി ആർ യു ഫോർ ദ ഡേ? വെരി ഹാപ്പി. കൺഗ്രാറ്റ്സ് ടു യു ഗൈസ്. എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്, എസ്പെഷ്യലി ആസ് എൻ ആക്ടർ. നമ്മളെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മുടെ സ്കിൻ, നമ്മുടെ ഹെയർ, അങ്ങനത്തെ കാര്യങ്ങൾ. ജസ്റ്റ് ജനറലി പറയുമ്പോൾ അത് ഒരു ബ്യൂട്ടിയുടെ ഒരു ഭാഗമായിട്ടാണെങ്കിലും നമ്മുടെ ജോലിയുടെ ഒരു വലിയ ഭാഗമാണ്. സോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. സോ ഐ തിങ്ക് അണ്ടർലൈൻ ഫാക്ടർ ഇസ് ട്രസ്റ്റ്. ഒരു ക്ലിനിക്കിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പേഴ്സണലി ഇവിടെ പോയിട്ടില്ല, പക്ഷേ എനിക്ക് അറിയുന്ന ഒത്തിരി പേര് ഇവിടെ പോയിട്ടുണ്ട്. അർജുൻ ആൻഡ് ഒരുപാട് ക്ലിനിക്സ് ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം ഉണ്ടാവേണ്ടത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഐ ഹോപ്പ് ദാറ്റ് ദേ കീപ് ഗ്രോയിങ് ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ദേ സ്റ്റാർട്ട് മെനി മോർ ബ്രാഞ്ചസ്. ആണ്. എന്തായാലും അർജുനൊക്കെ ക്യൂട്ടിസ് ഈ ഒരു സ്റ്റൈലിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അർജുന്റെ ഭയങ്കര എന്താ പറയുക, കാഷ്വൽ ഇങ്ങനത്തുള്ള സ്റ്റൈൽസ് ആണോ, കുറച്ച് എക്സിക്യൂട്ടീവ് സ്റ്റൈൽസ് ആണോ അന്നയ്ക്ക് ഇഷ്ടം? എനിക്ക് അന്നയ്ക്ക് ഇഷ്ടം ഏതാണ് പേഴ്സണലി ഇങ്ങനെ അർജുനെ കാണാനായിട്ട്? ഇത് കുറച്ചൊരു ഫ്രീക്ക് പയ്യന്മാരുടെ ഒരു ലുക്കിൽ അർജുനെ എനിക്ക് ഒരുപാട് വർഷമായിട്ട് അറിയാം. എൻ്റെ സ്കൂൾ സീനിയർ ആയിരുന്നു അർജുൻ. സോ എനിക്ക് അപ്പോൾ തുടങ്ങി അർജുൻ അറിയാം. അന്നും സ്കൂൾ സീനിയർ ആയിരുന്നു. എത്ര വർഷമായിരുന്നു മോളെ സീനിയർ? എത്ര വർഷം? 2 years. എങ്ങനെയായിരുന്നു സ്കൂളിൽ? എങ്ങനെ കാണാമായിരുന്നു? കുറച്ച് ബഹളക്കാരനായിരുന്നു, പാവ ആളായിരുന്നു? അർജുന അശോകൻ പാവമായിരുന്നു, വളരെ സഖ്യമായിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഇവർ രണ്ടുപേരും കിട്ടുന്ന 2 ചോദ്യങ്ങൾ കൂടെ ചോദിക്കാനത് വേറൊന്നുമല്ല. ഈ നിത്യ യൗവനത്തിന്റെ രഹസ്യം എന്താണ് ചെയ്യുക? അല്ല, എന്നാലും നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ 2 ടിപ്പ്. അച്ഛനൊരു പോയിന്റ് ചെറുപ്പമായിരുന്നു. അപ്പൊ അതിലേക്ക് എനിക്ക് പറയാൻ കിട്ടിയത്. പിന്നെ രണ്ടാമത് നമ്മള് മാനസികമായിട്ട് ഇപ്പോഴും ഞാൻ 21-22 31 ആയെങ്കിലും. അപ്പോ എനിക്കൊരു അർജുന്റെ ഗ്ലാമറിന്റെ ക്രെഡിറ്റ് നിക്കി കൊടുക്കണം വയസ്സിൽ. ബിക്കോസ് ഐ തിങ്ക് ബിക്കോസ് ഓഫ് ഹർ അതൊന്ന് പെട്ടെന്ന് മ്യൂസിക് നിക്കി ഉള്ളത് കൊണ്ടാണ് അർജുൻ ഇത്രയും ഗ്ലാമറായിട്ട് ഈ ഒരു അവസ്ഥയിൽ നല്ല രീതിയിൽ ജീവിക്കുന്നത്. ഇത്രയും പറയുന്ന ഒരു കാര്യം കൂടെ, മെയിൽ ആക്ടർ ആരായിരിക്കും? അതായത് മമ്മൂക്കയാണ്. മമ്മൂക്ക is always മമ്മൂക്ക. അല്ല, മലയാളത്തിലെ മമ്മൂക്ക. ഇനി സ്ത്രീകളിൽ വരുമ്പോൾ ശരീരം അല്ലെങ്കിൽ ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് നമ്മൾ ഞെട്ടിപ്പോയ ആക്ട്രസ്. എല്ലാവരും നല്ല രീതിക്ക് കെയർ ചെയ്യുന്നുണ്ട്. പൊതുവെ ആളുകളാണ് ഭയങ്കരമായിട്ട് കെയർലെസ് ആയത്. പക്ഷെ ഇപ്പോ ഭയങ്കരമായിട്ട് കെയർ ആയി തുടങ്ങി എല്ലാവരും. എന്നാലും ഒരു പെൺകുട്ടിയുടെ പേരായിട്ട് പറയാൻ
പ്രവാസി. പിന്നെ അന്നാബേനും അല്ല, അന്ന ഇസ് ഓൾവേസ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ്. അന്ന ഈ പറഞ്ഞ പോലെ ദീപിക പദുകോണൊക്കെ അവരുടെ കൂടെയൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്തു. പലപ്പോഴും അവരുടെ കൂടെ വന്നില്ലെങ്കിലും ഓൾറെഡി അവരൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അന്യഭാഷയിൽ ഈ പറഞ്ഞ പോലെ കണ്ട് ഞെട്ടിയ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ താരം. അന്യ ലാംഗ്വേജിന് ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ആക്ടർ. എനിക്ക് ജനറലി മെയിൻറ്റെയിനൻസ് എന്ന് പറയുന്ന ഒരു കാര്യം അവർ കീപ്പപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് മലയാളത്തെക്കാളും കൂടുതൽ മറ്റ് ഇൻഡസ്ട്രികൾ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ടെന്ന് തോന്നുന്നു. ഈ അടുത്ത് കണ്ടതിൽ ഞാൻ കരീന മാമിനെ കണ്ടായിരുന്നു. ഈ അടുത്തൊരു ഇവന്റിന് വെച്ചിട്ട്. കരീന കപൂർ. പുള്ളിക്കാരൻ അന്ന് ഇരുന്നവരെ എപ്പോഴും വെക്കുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയി ഷീസ് മെയിൻറ്റെയിൻ സെൽഫ് വെൽ. അതും എനിക്ക് തോന്നുന്നു മോർ ദൻ വർക്ക്ഔട്ട് അല്ലെങ്കിൽ കാണുന്ന ഭംഗിയെക്കാളും അവർ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. അവർ വളരെ എലഗന്റ് ആണ്, സംസാരിക്കുമ്പോഴും പെരുമാറ്റം എല്ലാം. മെയിൻ ആക്ടർ ആണെങ്കിലും കരീന കപൂർ ആണെന്ന് പറഞ്ഞു. മെയിൻ ആക്ടർ ആണെങ്കിൽ ആരുടെ പേര് പറയും? ഇവിടെ ഇത് ഷാരൂഖ് ഖാൻ പറയാനെങ്കിൽ എന്നാലും ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത ഒരു മെയിൻ ആക്ടർ അന്യഭാഷ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടർ വിക്കി കൗശലാണ്. വിക്കി കൗശൽ. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു മെയിൻ്റനൻസും ഒക്കെ അല്ലേ